നമസ്കാരം. ഇന്ന് നമുക്ക് പൈനാപ്പിൾ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതും എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൈനാപ്പിൾ ഒരു കുക്കറിലിട്ട് നന്നായി വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഇതൊരു 5 വിസിൽ വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ 5 വിസിൽ വന്നിട്ടുണ്ട്, അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. പൈനാപ്പിൾ നന്നായി വെന്തിട്ടുണ്ട്. ഇതിന് വേവ് കൂടുതലുള്ള ഐറ്റമാണ്, അപ്പം നന്നായി വേവിക്കണം. ഇനി നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി കുറച്ച് നാളികേരം, അണ്ടിപ്പരിപ്പ്, പച്ചമുളക്, ജീരകം, ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ഇനി നമ്മളിത് അരച്ച് ചേർക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിക്ക് നല്ല കളറ് കിട്ടും. ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ച പൈനാപ്പിളിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. സാധാരണ പൈനാപ്പിൾ കറി കുറച്ച് മധുരമുള്ള ടൈപ്പാണ്. അപ്പോൾ ഈ പൈനാപ്പിളിൻ്റെ മധുരം അനുസരിച്ച് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർക്കുമ്പോൾ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിടാം. പിന്നീട് ഈ കറി നന്നായി ചൂടാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായി ഒന്ന് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് വറുത്ത് ചേർക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പൈനാപ്പിൾ കറി റെഡി. ഇതെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.